ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു Q&Aയുടെ ആൻസേഴ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനൊരു 3 വീക്സ് ബിഫോർ Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെയായിട്ട് ഞാൻ ആൻസർ ചെയ്തിട്ടില്ല. സാധാ Q&A എല്ലാവരും ഇട്ട് കഴിഞ്ഞാൽ ഒരു 2 ഡേയ്സ് കഴിയുമ്പോൾ ഞാൻ ആൻസർ ചെയ്യും. പക്ഷെ ഞാൻ 3 വീക്സായി ആക്ച്വലി യൂട്യൂബിൽ ലോങ് വീഡിയോ ചെയ്യാൻ എനിക്ക് നല്ല മടിയാണ്. അതാണ് ഇത്രയും ടൈം എടുത്തത്. ഇന്നെന്തായാലും ഞാൻ വിചാരിച്ചു അതിന് ക്വസ്റ്റ്യൻസിനൊക്കെ ഒന്ന് ആൻസർ ചെയ്തേക്കാം. അപ്പം എനിക്ക് ഫസ്റ്റ് ഞാൻ ഇതിന് ആൻസർ ചെയ്യാൻ പോകുന്നത്, ഹു ഹാസ് ബീൻ യുവർ ബിഗ്ഗസ്റ്റ് സപ്പോർട്ട് ഇൻ യുവർ യൂട്യൂബ് ജേർണി? നയന ടി വി എന്ന് പറയുന്ന ഒരു കുട്ടി ചോദിച്ചിരിക്കുന്നതാണ്. അത് അഫ്കോഴ്സ് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. കല്യാണത്തിന് മുന്നേ തൊട്ട് എൻ്റെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അന്ന് കല്യാണത്തിന് മുന്നെയാണ് ഞാൻ ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 6 മന്ത്സ് ബിഫോർ ഒക്കെ ആയിട്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ അറൗണ്ട് ഒരു 9 to 10 months ആയിട്ടുണ്ട്. അപ്പം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. നീ അങ്ങനെ വീഡിയോ ചെയ്യ്, ഇങ്ങനെ വീഡിയോ ചെയ്യ്, വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ നീ ചെയ്യ്, വോയിസ് ഓവർ ചെയ്യുക, പിന്നെ ഓരോ ഐഡിയാസും പറഞ്ഞു തരുന്നത് എൻ്റെ ഹസ്ബൻഡാണ് മെയിൻലി. എനിക്ക് ഭയങ്കര സപ്പോർട്ട് തന്നെയാണ് വീഡിയോസ് എടുക്കുന്ന കാര്യത്തിൽ. എനിക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടി കല്യാണത്തിന് വന്നപ്പോൾ എനിക്ക് പുതിയ ട്രൈപോഡ്, മൈക്രോഫോണ്, അങ്ങനെ എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി കുറേ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൗ ഈസ് യുവർ ലൈഫ് ഗോയിങ് റൈറ്റ് നൗ? അപ്പം ഞാൻ ഹാപ്പി, ഇങ്ങനൊരു മൂഡിൽ പോകുന്നു. പ്രത്യേകിച്ച് എനിക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഹാപ്പി. പ്രത്യേകിച്ച് എനിക്കതിൽ ആര്യ കൃഷ്ണ എന്ന് പറഞ്ഞൊരു കുട്ടി ചോദിച്ചിട്ടുണ്ട്, ലവ് ആണോ അറേഞ്ച്? പത്തനംതിട്ട എവിടെയാ വീട്? ഹസ്ബൻഡിന് ജോബ്? ഞങ്ങളുടെ മാരേജ് അറേഞ്ച് മാരേജ് ആണ്. കുറേ പേര് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഇവ നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു എന്നൊക്കെ. പക്ഷെ ഞങ്ങളുടെ പ്യുവർലി ഞങ്ങൾ അറേഞ്ച് മാരേജ് ആണ്. ഞങ്ങൾ കേരള മാട്രിമോണിയിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. സോ ഇതിന് ആദ്യം എനിക്ക് ഇങ്ങോട്ട് റിക്വസ്റ്റ് ഇരുന്നു. പിന്നെ ഞങ്ങൾ ഫാമിലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരിചയപ്പെട്ട് പിന്നെ സെറ്റായി. പെട്ടെന്ന് ഞങ്ങളുടെ ഒരു ജനുവരിയിൽ ലാസ്റ്റാണ്, കഴിഞ്ഞ കൊല്ലം, അതായത് 2025 ഞങ്ങൾ പരിചയപ്പെടുന്നത്. 2025 ഒരു ജനുവരി ലാസ്റ്റ് വീക്ക് ആ ടൈമിലാണ് ഞങ്ങൾ പരിചയപ്പെട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ വീട്ടുകാരോട് ഫോർവേഡ് ചെയ്യാൻ വേണ്ടി പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങനെ സെറ്റാക്കി. ഞങ്ങളുടെ ജൂണിലാണ് ഞങ്ങളുടെ എൻഗേജ്മെന്റ്. ജൂൺ 1 ഞങ്ങളുടെ എൻഗേജ്മെന്റ് 2 days ബിഫോറാണ് ഞങ്ങൾ ഫസ്റ്റ് കാണുന്നത്. പിന്നെ പത്തനംതിട്ട എവിടെയാണ് വീടെന്ന് ചോദിച്ചു. എൻ്റെ വീട് പത്തനംതിട്ട മലയാലപ്പുഴ അമ്പലത്തിന് തൊട്ടടുത്താണ്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 2 kilometers ഉള്ളൂ മലയാലപ്പുഴ അമ്പലത്തുള്ള വയനാട് പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. എൻ്റെ ഹസ്ബൻഡിന്റെ ജോബ് എന്താന്ന് വെച്ചാൽ ദുബായിലാണ്, ക്വാളിറ്റി ഓഫീസറാണ് ദുബായിൽ. അർച്ചന കെ മിഥുൻ എന്ന് പറയുന്നൊരു കുട്ടി, ചേച്ചി എബ്രോഡ് പോകുന്നില്ലേ? ഞാൻ ഇപ്പൊ എബ്രോഡ് പോകുന്നില്ല. ഇപ്പൊ അവിടെ വാറും ഇഷ്യൂസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ എന്തായാലും ഞാൻ എബ്രോഡ് പോകുന്നില്ല. എന്തായാലും പോകും, ടൈം എടുത്തിട്ടാണെങ്കിൽ ഞാൻ പോകും. ഹൗ ഡിഫറെന്റ് ആർ യു ഇൻ ക്യാമറ വേഴ്സസ് റിയൽ ലൈഫ്? ആദിത്യ അനിൽ. ഈ ഒരു ക്വസ്റ്റ്യൻ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. എന്നെ ക്യാമറ കാണുമ്പോഴും നേരിട്ട് കാണുമ്പോഴും രണ്ട് ഫേസ് ആണ്. ക്യാമറ കാണുമ്പോൾ വേറൊരാളും, നേരിട്ട് കാണുമ്പോൾ വേറൊരാളും. അങ്ങനെയാണ് കുറേ പേര് എന്നോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. എനിക്കും തോന്നിയിട്ടുണ്ട് ക്യാമറ കാണുന്ന ഞാൻ ആ ഒരു വ്യത്യാസമുണ്ട്. അനശ്വര അച്ചു എന്ന് പറയുന്നൊരു കുട്ടി ചോദിച്ചേക്കുന്നു, വാട്ട് ഇൻസ്പയർഡ് യു ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ? ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ട് തൊട്ടേ ഇങ്ങനെ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്യണം, അങ്ങനെ ഞാൻ ആദ്യമൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ പണ്ടൊക്കെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ ഇങ്ങനെ നമ്മുടെ ഈ മൂവീസിന്റെ സീനൊക്കെ ചെയ്ത് എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യുമായിരുന്നു.
എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചിലരൊക്കെ എന്നെ കളിയാക്കുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ ഗീവ് അപ്പ് ചെയ്തു. എനിക്ക് മെയിൻലി എനിക്കൊരു സപ്പോർട്ടർ വന്നത് തന്നെ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡ് വന്ന ശേഷമാണ് സുബിൻ എൻ്റെ ലൈഫ് വന്ന ശേഷമാണ് ഞാൻ ഈ ഒരു കാര്യത്തെ പറ്റി കൂടുതൽ തിങ്ക് ചെയ്യാൻ തുടങ്ങിയത്. വിയേർഡ് ഫുഡ് ദാറ്റ് യു ട്രൈഡ്, മിൻഷ്യ ബിൻസി. വിയേർഡ് ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ വിയേർഡായിട്ട് ഫുഡ് ഞാനിങ്ങനെ ട്രൈ ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. നല്ലൊരു ഫുഡ് ട്രൈ ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഒരു ഫുഡ് ഞാൻ കൂടുതൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുന്ന തന്നെ ഞാൻ തൃശ്ശൂർ വർക്ക് ചെയ്യുന്ന സമയത്താണ്, അവിടെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്. അവിടെ കൊളീഗ്സിൻ്റെ കൂടെ പോയി ഞാൻ ഏറ്റവും കൂടുതൽ വെറൈറ്റി ഫുഡ്സ് കഴിക്കാൻ തുടങ്ങിയത് അവിടെ പോയിട്ടാണ്. ഞങ്ങളങ്ങനെ പുറത്തു പോയി ഇങ്ങനെ കഴിക്കുന്ന ഒരു ഇതൊന്നും ഞങ്ങളുടെ വീട്ടിലങ്ങനെ ഒന്നുമില്ല. അവിടെ പോയ ശേഷമാണ് ഞാൻ വെറൈറ്റി ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. വേറെ ആരും ഫ്രം പത്തനംതിട്ടയാണ്. ഇപ്പോൾ കറന്റ് ഞാൻ ട്രിവാൻഡ്രമാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ട്രിവാൻഡ്രമാണ്. വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ഡ്രീം? അത് എന്താന്ന് വെച്ചാൽ ബിഗ്ഗസ്റ്റ് ഡ്രീം എന്ന് പറയുന്നത് തന്നെ അങ്ങനെ ഇപ്പം എൻ്റെ ഒരു കറണ്ട് ഡ്രീം എന്ന് തന്നെ പറയുന്നത് ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ജേർണി തന്നെ ഈ ഒരു സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് അങ്ങനെ കൊണ്ടുപോകാനാണ് ഇഷ്ടം. കുറച്ചുകൂടെ ഒക്കെ ഒരു മെച്ചപ്പെട്ട രീതിയിൽ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ അതാണ് ഇപ്പം എനിക്ക് അതാണ് ഭയങ്കര ഒരു സന്തോഷം. കാരണം പലരും എൻ്റെ ഹസ്ബൻഡ് മാത്രം തന്നെ സപ്പോർട്ട് ചെയ്യുക, ഹസ്ബൻഡിൻ്റെ നൈബേഴ്സ്, ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ്. കാരണം ഞാൻ ചെയ്യുന്ന വീഡിയോ കണ്ട് എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അപ്പം അവരൊക്കെ കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അപ്പം അതിൻ്റെ ഒരു ഡ്രീം മൊമെൻ്റ് ആണ് ഇപ്പം. ഞാൻ ആ ഡ്രീം മൊമെൻ്റ് കൊണ്ടാണ് കൊണ്ടിരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാമേ. അൻസിയ ചോദിച്ചേക്കുന്നതാണ്. ഒരു നീണ്ടതരം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഞാൻ എടുത്ത് പറയാം ചില ക്വസ്റ്റ്യൻസ്. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ എം എ ഗ്രാജുവേറ്റ് ആണ്. പിന്നെ എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിപ്ലോമയുണ്ട്. അപ്പം ഞാൻ ആ ഒരു ഇതിൽ ഞാൻ 1 year ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കറൻറ്റ്ലി എങ്ങും വർക്ക് ചെയ്യുന്നില്ല. ഞാൻ റിസൈൻ ചെയ്തു, എൻ്റെ ജോബ് റിസൈൻ ചെയ്തു. പിന്നെ ലവ് മാരേജ് ആണോ എന്ന് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ലവ് മാരേജ് അല്ല, എൻ്റെ അറേഞ്ച് മാരേജ് ആണ്. പിന്നെ ഇതിലൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയുകയാണ്, എൻ്റെ അൺഫോർഗറ്റബിൾ മെമ്മറി വിത്ത് യുവർ ഫ്രണ്ട്സ്. എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല ഫ്രണ്ട്സിനെ കിട്ടിയത് എൻ്റെ +2 ലൈഫിലാണ്. അപ്പം അവരുമായിട്ടാണ് ഏറ്റവും നല്ല മെമ്മറീസ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളൊരു 5-6 പേരൊരു ഗ്യാങ് ആയിരുന്നു. അൻസിയ, ആവണി, അഞ്ജലി, ആമിന, ശ്രീദേവി, പിന്നെ ഞങ്ങൾ 6 പേരൊരു ഗ്യാങ് ആയിരുന്നു. അപ്പം ആമിനയും അൻസിയും ഞാനും ഒരു ബെഞ്ചിലായിരുന്നു ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഓർമ്മയുള്ള മെമ്മറി എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ഇപ്പോഴും അവളെ കളിയാക്കുന്ന കാര്യമാണ്. ഞങ്ങളുടെ എക്കണോമിക്സ് പഠിപ്പിച്ചൊരു ടീച്ചറുണ്ട്, ഡൈന എന്ന് പറയുന്നൊരു ടീച്ചർ. പുള്ളിക്കാരത്തി കുറച്ച് ഓൾഡാണ്, കുറച്ച് പ്രായമായ ടീച്ചറാണ്. അപ്പോൾ പുള്ളിക്കാരി പിന്നെ എന്തുണ്ടെങ്കിലും ഇങ്ങനെ ചീത്ത പറയുന്ന കൂട്ടത്തിലാണ്. അങ്ങനെ ഞങ്ങൾ എക്കണോമിക്സ് പീരീഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ അൻസി എന്തെങ്കിലും ഒരു കുസൃതി കാണിക്കും. അവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും പടം വരച്ച് കാണിക്കും, വികൃതമായ ടീച്ചറിൻ്റെ പടമൊക്കെ ഇങ്ങനെ വരച്ച് കാണിക്കുമായിരുന്നു. ഞങ്ങൾ ഇത് കണ്ട് ഞാനും ആമിനെയും ചിരിയോട് ചിരി തുടങ്ങും. അപ്പം ടീച്ചർ കാണുമ്പോൾ ഞങ്ങൾ അല്ലെങ്കിൽ ചിരിക്കുന്നതാണ് ടീച്ചർ കാണും. ടീച്ചർ ഓൺ ദ സ്പോട്ടിൽ ഞങ്ങളെ തൂക്കും. അവൾ മിണ്ടാതെ, അവൾ ഒന്നും അറിയാത്ത പോലെ അവളിരിക്കും. അവൾ കാരണം ഞങ്ങൾക്ക് ടീച്ചറിൻ്റെ നിന്ന് വഴക്കം കേട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്നും മറക്കാത്തൊരു മെമ്മറി എന്ന് പറയുന്നത്. ഇന്നും ഞങ്ങളാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് വേണേൽ പറയാം. ഞങ്ങളിന്നും 6 പേരാണ് ഫ്രണ്ട്സ്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഫസ്റ്റ് കല്യാണം കഴിച്ച ആമിനെയാണ്. അവൾക്കിപ്പോൾ ഒരു ബേബിയുണ്ട്. ബേബിക്ക് 1 year ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അൻസിയുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ 3ാമത്തെ ഞാനാണ്. ഇനി ബാക്കി 3 പേരും കൂടെ ഉണ്ട് ഞങ്ങളുടെ ഗ്യാങ്ങിൽ കല്യാണം കഴിക്കാം. അപ്പോൾ എനിക്ക് +2 ഫ്രണ്ട്സാണ്. സ്റ്റിൽ എൻ്റെ നല്ല ഗുഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അവർ തന്നെയാണ്.
പിന്നീട് എനിക്ക് ലൈഫിൽ +2 ഉണ്ടാകുന്ന അഞ്ജലിയും ആൻസിയും ഞങ്ങൾ പിന്നെ ഡിഗ്രി ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു. അവിടെ കൊണ്ട് ഞങ്ങൾ പിന്നെ ഞങ്ങളെല്ലാം പല വഴിക്കായി പോയി. ഇപ്പോഴും കോണ്ടാക്ട് സ്റ്റില്ലുണ്ട് ഞങ്ങൾ തമ്മിൽ. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ, ഇഫ് യു ഹാഡ് ടു ഡിസ്ക്രൈബ് യുവർ ഫസ്റ്റ് വീക്ക് ഓഫ് മാരേജ് ഇൻ 1 word, വാട്ട് വുഡ് ഇറ്റ് ബി? ശ്രീകുട്ടി ചോദിച്ചേക്കുന്നതാണ്. അതിന് ആൻസർ ചെയ്യാനാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് 2 days കഴിഞ്ഞപ്പോൾ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി. എന്താണെന്ന് വെച്ചാൽ കല്യാണത്തിനൊരു 2 days ബിഫോർ എനിക്ക് ത്രോട്ടിൽ ഇൻഫെക്ഷനായിട്ട്, അപ്പം കല്യാണത്തിന് പനിയൊന്നും വന്നില്ല, പക്ഷെ എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷനായിട്ട് സൗണ്ട് പോയൊരു കാറ്റ് മാത്രം വരുന്ന അവസ്ഥയായിരുന്നു. ശരിക്കും ഞാനന്ന് കല്യാണത്തിന് തലേന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല. പക്ഷേ ടെൻഷനാണോ അങ്ങനെ എന്തോന്നും എനിക്കറിയില്ല. പക്ഷെ കല്യാണത്തിന് തലേന്ന് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല, ഒരേ ഇരിപ്പ്. കാരണം എനിക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ ത്രോട്ടിലെന്തോ തട്ടി ഇങ്ങനെ ഇരിക്കുന്ന പോലെ എനിക്കൊരു ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തലേന്ന് കല്യാണത്തിന് എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യം അതായിരുന്നു. എൻ്റെ കല്യാണത്തിൻ്റെ തലേന്നൊക്കെ എനിക്ക് ഹാപ്പിയായിട്ട് സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പം 1 വേർഡിലൊക്കെ പറയുകയാണെങ്കിൽ എന്താ, ഒരു ഡ്രീം മൊമെൻ്റ് എന്നൊക്കെ വേണേൽ പറയാം സുബിൻ്റെ കൂടെയുള്ള ലൈഫൊക്കെ. പിന്നെ ഈ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നത് ഓക്കെ ശരി, 2 days കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി, അതൊക്കെ അതാണ് എനിക്ക്. പിന്നെ ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ആൻസർ ചെയ്യാം. വൺ തിങ് യു ലവ് ദി മോസ്റ്റ് അബൌട്ട് യുവർ സെൽഫ്? ആമിന ചോദിച്ചിരിക്കുന്നതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ ഐസാണ്. ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഐസാണ്. എനിക്ക് കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുള്ളതും എൻ്റെ ഐസാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ എനിക്ക് കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഐസിൻ്റെ പേരിൽ. പാലക്കിയിട്ട് കണ്ണെഴുതി പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റിൽ ഇപ്പോഴും എൻ്റെ ഫേസിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നതും എൻ്റെ ഐസ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ്. ഇതിൽ കുറച്ച് സെലക്റ്റീവായ ക്വസ്റ്റ്യൻസിനെല്ലാം ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയും ഞാൻ Q&A ഒക്കെ ഇടും. അപ്പം നിങ്ങളെല്ലാവരും എന്നോട് ചോദിക്കാൻ ക്വസ്റ്റ്യൻസൊക്കെ തയ്യാറാക്കി വെച്ചേക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ ബൈ.